ഹായ്, ഞാൻ ശ്രീരാം. ഇന്ന് നമ്മൾ ടെക് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വൈബ് കോഡിംഗ്. ഇത് കേൾക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം. പക്ഷെ അതൊന്നുമല്ല വൈബ് കോഡിംഗ്. ഇത് AI ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു പുതിയ രീതിയാണ്. ചെറിയ സമയം കൊണ്ട് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. സാധാരണ കോഡിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോ വരിയും എഴുതുന്ന ഒരു ചിത്രമാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ വൈബ് കോഡിംഗ് എന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ചെടുക്കുന്നു. ഡെവലപ്പർമാർ നേരിട്ട് കോഡ് എഴുതുന്നതിന് പകരം നമ്മുടെ സാധാരണ സംസാര ഭാഷയിൽ AIക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അതിന്റെ ആശയം അല്ലെങ്കിൽ വൈബ് എന്താണ് എന്ന് നിങ്ങൾ AIയോട് പറയുന്നു. കോഡ് എഴുതുക, അത് മെച്ചപ്പെടുത്തുക, അതിലെ തെറ്റുകൾ കണ്ടെത്തുക, ഈ ജോലികളെല്ലാം AI തനിയെ കൈകാര്യം ചെയ്യുന്നു. ഇത് ഡെവലപ്പർമാർക്ക് മൊത്തത്തിലുള്ള ആപ്ലിക്കേഷന്റെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇതിന് പിന്നിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ AI മനസ്സിലാക്കാനും അതിനെ കോഡിംഗ് നിർദ്ദേശങ്ങളാക്കി മാറ്റാനും ഇത് സഹായിക്കുന്നു. 2. ഓട്ടോമാറ്റിക് കോഡ് ജനറേഷൻ. നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് AI തന്നെ പൈത്തൺ, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളിൽ കോഡുകൾ ഉണ്ടാക്കുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ്, റിഫൈൻമെന്റ് ആൻഡ് ഡീബഗിംഗ്. AI വെറും കോഡ് ഉണ്ടാക്കുക മാത്രമല്ല, അതിലെ തെറ്റുകൾ കണ്ടെത്താനും ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്നു. ഈ പുതിയ സമീപനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻക്രെഡിബിൾ സ്പീഡ്. കോഡ് നേരിട്ട് എഴുതുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കാൻ സാധിക്കും. മോർ ഓപ്പർച്യൂണിറ്റീസ്. കോഡിംഗ് അറിയാത്ത ആളുകൾക്ക് പോലും തങ്ങളുടെ ആശയങ്ങൾ സോഫ്റ്റ്വെയർ രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയും. ക്രിയേറ്റീവ് ഫ്രീഡം. ഡെവലപ്പർമാർക്ക് ടെക്നിക്കൽ സൈഡിൽ കുടുങ്ങാതെ ആപ്ലിക്കേഷൻ ഡിസൈനിലും ഫീച്ചറുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ലോ നമ്പർ ഓഫ് എറേഴ്സ്. AI കൃത്യമായി കോഡ് ജനറേറ്റ് ചെയ്യുന്നതിനാൽ മാനുഷികമായ പിഴവുകൾ വരാനുള്ള സാധ്യത കുറവാണ്. ഏതൊരു പുതിയ സാങ്കേതിക വിദ്യയും പോലെ വൈബ് കോഡിങ്ങിനും ചില വെല്ലുവിളികളുണ്ട്. വളരെ സങ്കീർണമായ പ്രൊജക്ടുകളിൽ AIക്ക് ഇപ്പോഴും പരിമിതികൾ ഉണ്ടാകാം. കൂടാതെ AI ടൂളുകൾ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഡെവലപ്പർമാരുടെ സ്വന്തം കോഡിംഗ് കഴിവുകളെ ബാധിച്ചേക്കാം. എന്നാൽ വൈബ് കോഡിംഗ് എന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഭാവി രൂപപ്പെടുന്ന ഒരു വലിയ മാറ്റമാണ്. ഇത് ഡെവലപ്പർമാർക്ക് ഒരു മികച്ച സഹായമായിരിക്കും, അല്ലാതെ അവരുടെ ജോലി ഇല്ലാതാക്കുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ ഇതാണ് AI ഡ്രിവൺ വൈബ് കോഡിംഗ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ടെക് അപ്ഡേറ്റുകൾക്കും ഇൻഫോർമേഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.